ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞങ്ങൾക്കിവിടെ സുഖം തന്നെ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല രാവിലെ നല്ല മഴയാണ്. 2-3 ദിവസമായിട്ട് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. മഴയത്തിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണല്ലേ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ രാവിലെ പുറത്ത് പോകണം, മഴ കൊള്ളണം എന്നൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ കൂടെ ഞങ്ങളും ഇറങ്ങി. ഇവിടെ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മഴ പെയ്യുമ്പോൾ ഓടി അകത്തേക്ക് ഓടാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. മഴ പെയ്യുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാവരും കൂടെ പുറത്തേക്കാണ് പോകാൻ നോക്കുക. ഫാമിലി ആയിട്ട് പോകും പുറത്ത് മഴ ആസ്വദിക്കാൻ. അങ്ങനെ ഞങ്ങളും രാവിലെ തന്നെ മഴ ആസ്വദിക്കാൻ ഇറങ്ങിയതാണ്. ഇത്രയും ദിവസം നല്ല ചൂടായിരുന്നു. ഇപ്പം കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട്. ഒരു തണുത്ത കാറ്റും ഒരു മൂടൽ മഞ്ഞും അതുപോലെയുണ്ട് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ. അപ്പോൾ രാവിലെ നല്ലൊരു വൈബാണ്, നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇതാ മോളും ഉണ്ട്. മോള് ഇടയ്ക്കൊക്കെ നല്ലപോലെ വാശി കാണിക്കുന്നുണ്ട്. ഏട്ടൻ എന്തോ പറഞ്ഞിട്ടുണ്ട് മോളെ. അപ്പോൾ അതുകൊണ്ടാണ് വാശി പിടിച്ചു. അതാണ് മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ട് ഇങ്ങനെയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊടിച്ചു പോവും. അങ്ങനെ മുഖം ആക്കി വെക്കുമ്പോൾ കാണാനും നല്ല രസമാണ്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയാണ്, ചെറുതായിട്ട് വിശക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റ് കയറി, ഉടുപ്പി റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ പോകാറുണ്ട്. നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല ഫുഡൊക്കെയാണ്. അങ്ങനെ അവിടുന്ന് ഒരു ബേബി ചെയറൊക്കെ കിട്ടി. അതുകൊണ്ട് എനിക്കൊരു സമാധാനം. അവൾക്കും നല്ലതുപോലെ ഇഷ്ടമായി. നല്ലപോലെ ഇരിക്കുന്നുണ്ട് അവിടെ. നല്ല സന്തോഷമുണ്ട്. ചില റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചെയറില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആദ്യം തന്നെ അവൾക്കൊരു ഇഡ്ഡലി ഓർഡർ ചെയ്തു. അപ്പോൾ അത് സാമ്പാറും ചട്നിയും ഒക്കെ കൂട്ടി കുഴച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് തന്നെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയും പിന്നെ പൊങ്കൽ വടയുമാണ് ഏട്ടൻ ഓർഡർ ചെയ്തത്. ഇതാണ് ഫസ്റ്റ് വന്നത്. ഇത് അടിപൊളിയാണ്. ഫസ്റ്റ് ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പല്ല. ഇതൊരു കുറച്ചൊരു പായസം പോലെയുണ്ട്. പക്ഷെ അത് നല്ല ടേസ്റ്റ്, നല്ല നെയ്യിൻ്റെ ചൊയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയും അടിപൊളിയാണ്. നല്ല ചൂടോടെ നല്ല ഫ്രഷായിട്ട് കിട്ടിയപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ലതുപോലെ ആസ്വദിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇത് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ റൂമിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇനി ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇന്ന് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്, ചിക്കൻ ബിരിയാണി. അങ്ങനെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് സവോളൊക്കെ വഴറ്റിയെടുക്കണം. റൂമിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയായിരിക്കും. അപ്പോൾ വന്നപ്പോൾ നല്ലൊരു ഉഷാറുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ തുടങ്ങി. സവോള നല്ലതുപോലെ വഴണ്ടി വന്നാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പുറത്തെ പാനിൽ ഞാൻ ഒരൽപ്പം സവോള ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് റൈസിലേക്കും കുറച്ച് മസാലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വലുതല്ല, ചെറിയ 2 തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ബിരിയാണി വെക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് അധികം ഡ്രൈ ആയി അങ്ങനെയല്ല ഞാൻ വെക്കുന്നത്. ഒരല്പം ഗ്രേവി ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അധികം ഗ്രേവി എന്നല്ല, ഒരു കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ദമ്മിടുമ്പോൾ നമുക്ക് റൈസിൻ്റെ മുകളിൽ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അധികം ഡ്രൈ ആയി കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചൊരു ഗ്രേവിയോടെ വെച്ച് കഴിഞ്ഞാൽ ദമ്മിടുമ്പോൾ നല്ലോണം അതിൽ ചോറിൽ പിടിക്കും, മസാല നല്ലതുപോലെ പിടിക്കും. അങ്ങനെ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി. ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈവനിങ് ഒന്ന് പുറത്ത് പോകണം. ഞങ്ങൾ തനിച്ചല്ല, ഏട്ടൻ്റെ ഫ്രണ്ട്സും ഫാമിലീസും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ബീച്ചിൽ പോവാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഇരുട്ടിക്കഴിഞ്ഞാലാണ് ബീച്ചിലൊക്കെ പോകാറുള്ളത്, സാധാരണ 7-8 മണിയൊക്കെ ആകുമ്പോൾ. ഇന്ന് ഒരല്പം നേരത്തെ ഇറങ്ങി, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തി. അതുകൊണ്ട് തന്നെ കടൽ കാണാനും നല്ല ഭംഗിയുണ്ട്. കുറേ സമയം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റി. അപ്പോൾ നല്ലതുപോലെ ഞങ്ങൾ ആസ്വദിച്ചു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഗർബിയ ബീച്ചിലാണ് പോയത്. ഇവിടെ നിന്ന് കുറച്ച് സമയം ഞങ്ങൾ എൻജോയ് ചെയ്തു.
ഇവിടെ കുഴിച്ചാൽ ഞാൻ വീഡിയോ കണ്ടത് ഇവിടെ കുഴിച്ചാൽ എന്തായാലും ഗോൾഡ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ആഫ ബീച്ചിലാണ്. നേരത്തെ ഗർഭിയ ബീച്ചിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം ഒരു രാത്രി ഒരു 10 മണി വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ലതുപോലെ കടൽ ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. നൈറ്റ് വരെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ശരിക്കും എൻജോയ് ചെയ്തു അവിടുന്ന്. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.